മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ ഭാഗ്യകരമായ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നാം വായിച്ച് കേട്ടത്. അവിടെ കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ കൂനിയായ സ്ത്രീയെ ദേവാലയത്തിൽ വെച്ച് ശാബത്ത് ദിവസത്തിൽ സൗഖ്യപ്പെടുത്തുന്ന വേദഭാഗമാകുന്നു അത്. വളരെയധികം പരീശന്മാരും ദേവാലയ പ്രമാണിമാരും കർത്താവിൻ്റെ ഈ പരസ്യ ശുശ്രൂഷയെ, ഈ അത്ഭുതത്തെ വിമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ സങ്കീർണമായ ഒരു സ്ഥലവും വളരെ സങ്കീർണമായ ഒരു ദിവസവുമാണ് ശാബത്തും സുനഗോഗും എന്നുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ ചട്ടങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദിവസവും സ്ഥലവുമാണ് സുനഗോഗും ശാബത്തും. പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് സുനഗോഗിനേക്കാളും ശാബത്തിൻ്റെ നിയമത്തെക്കാളും വലുത് എന്ന് ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ശാബത്ത് എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ദിവസമാണ്. വിവിധ അവസരങ്ങളിൽ ഇപ്രകാരം ശാബത്ത് നാളിൽ കർത്താവ് സൃഷ്ടിയെ, മനുഷ്യരെ രക്ഷയിലേക്കും സൗഖ്യത്തിലേക്കും ആശ്വാസത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത് സുവിശേഷത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കഷ്ടങ്ങളിലും രോഗങ്ങളിലും ആയിരിക്കുന്നവർക്ക് സൗഖ്യവും വിടുതലും നൽകുന്നതാണ് സത്യസന്ധമായ ഒരു ശാബത്തിൻ്റെ അർത്ഥം എന്ന് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ നമ്മെ പഠിപ്പിച്ചു. ശാബത്ത് എന്നാൽ കരുണയെ തടുക്കേണ്ട ഒരു ദിവസമല്ല, മറിച്ച് രക്ഷയെയും വിടുതലിനെയും വെളിപ്പെടുത്തേണ്ട ദിനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അടുത്തതായി നമുക്ക് ഒരു കാര്യം ഇവിടെ ചിന്തിക്കുവാൻ സാധിക്കുന്നത്, ഇത് കർത്താവിനോട് ആ സ്ത്രീ അപേക്ഷിച്ചതിൻ്റെ, കൂനിയായ സ്ത്രീ അപേക്ഷിച്ചതിന് പ്രകാരമല്ല കർത്താവ് അവളെ സൗഖ്യമാക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരുടെ അപേക്ഷ പ്രകാരമല്ല സൗഖ്യമാക്കുന്നത്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്ത്രീയെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രൊമിയോൻ സെദ്രായിൽ വിവിധ ഭാഗങ്ങളിൽ പല പ്രാവശ്യം ഈ തിരുവിഷ്ടം, സ്വയമായി തുടങ്ങിയ വാക്കുകൾ ആവർത്തിച്ചു വരുന്നത് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം മനുഷ്യ രാശിയെ, സൃഷ്ടിയെ ദൈവം തിരഞ്ഞെടുക്കുന്നതും വീണ്ടെടുക്കുന്നതും ഒരിക്കലും ഒരുവൻ്റെ അപേക്ഷയാലോ അഭ്യർത്ഥനയാലോ പ്രവൃത്തിയുടെയോ മറ്റു മനോഗുണത്തിൻ്റെയോ ശ്രേഷ്ഠതയാലോ അല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ മനുഷ്യരെ, കുലത്തെയും സൃഷ്ടിയെയും വീണ്ടെടുക്കുന്നത് എന്ന് ഇവിടെ നിന്ന് നമ്മെ പഠിക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു സന്ദേശം, മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, അബ്രാഹാമിൻ്റെ സന്തതി എന്ന ഒരു ടൈറ്റിൽ ഇവിടെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ അത്യപൂർവമായി മാത്രമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു മുൻപ് സഖായിയെ കർത്താവ് ഇവൻ അബ്രാഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് ഈ കൂനിയായ സ്ത്രീയിലാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം അവരോടുള്ള ഒരു സഹതാപത്തിൻ്റേതല്ല, മറിച്ച് അവരെ പൂർണ്ണമായി ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള വലിയൊരു ആശയമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം അബ്രാഹാമിൻ്റെ സന്തതി എന്ന് വിളിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ യഥാർത്ഥമായ ഒരു പരമ്പരയിലേക്കും അവരുടെ അംഗത്വത്തിലേക്കും ആ കൂനിയായ സ്ത്രീയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കേവലം അവളുടെ ശാരീരിക സ്വസ്ഥത മാത്രമല്ല കൊടുക്കുന്നത്, മറിച്ച് അവൾക്ക് സാമൂഹികമായി ഉണ്ടായിരുന്ന ഒരു അരക്ഷിതാവസ്ഥയെ മാറ്റിക്കളയുന്നു. മതപരമായി ഉണ്ടായിരുന്ന ഒരു ശൂന്യാവസ്ഥയെ വീണ്ടെടുക്കുന്നു, ഇല്ലാതാക്കുന്നു. ഈ പ്രകാരം സാമൂഹികമായും മതപരമായും ശാരീരികമായും വീണ്ടെടുക്കുക എന്നുള്ളതാണ് എല്ലായ്പ്പോഴും മനുഷ്യരെ സഹായിക്കുക,
മനുഷ്യരോട് കരുണ തോന്നുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കേവലം നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ കേവലം അവരോടുള്ള കരുണയോ ദയയോ മാത്രമല്ല ആയിരിക്കേണ്ടത്, മറിച്ച് അവരെ നാം പൂർണ്ണമായി ബഹുമാനിക്കുന്നതിലൂടെ ആണ് നാം ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ കൂനിയുടെ ഞായറാഴ്ചയിൽ നമ്മെ സഭയും ദൈവവചനവും നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും ദൈവ സഹായത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.